ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരൂരിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടർ വാർത്ത ശരിവെച്ച വി അബ്ദുറഹ്മാൻ. ജന്മനാട്ടിൽ മത്സരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. പെരുന്നാളിനു ശേഷം പ്രചാരണത്തിന് ഇറങ്ങുമെന്നും പ്രതികരണം. എല്ലാവർക്കും സ്വന്തം നാട്ടിലൊന്നും മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. നോക്കൂ, തിരൂരിൻ്റെ ഞങ്ങളുടെ നാട് വർഷങ്ങളായി പിന്നോക്കാണ്. നിരവധി MLA വന്നു, നിരവധി മന്ത്രിസഭകൾ വന്നു. ഇന്നേ വരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വികസനം. നമ്മളെ മലപ്പുറം ജില്ല എല്ലാ മണ്ഡലങ്ങളും നല്ല രീതിയിൽ വികസിച്ചു. പക്ഷെ തിരൂരിനെ പിന്നോട്ടാണ് പോയിട്ടുള്ളത്. അത് ആ പ്രദേശത്തെ ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിനെ മാറ്റുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ തവണയും ഈ ഗവൺമെൻറ് വന്നിട്ടും കുറേ പണം അവിടെ ചെലവഴിച്ചു, വേണ്ട വിധത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും തിരൂരിൻ്റെ വികസനം അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. തിരൂരുകാരൻ എന്നുള്ളതിൽ അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുബഷീർ പി അക്ബർ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, എന്തൊക്കെയായിരുന്നു പിണക്കം, പരിഭവം, പുറത്തിറങ്ങാതിരിക്കൽ? പക്ഷെ എല്ലാം കഴിഞ്ഞ് അബ്ദുറഹ്മാൻ സജീവമായി ഇറങ്ങിയിരിക്കുന്നു. തീർച്ചയായും അത് ഏറെ വിചിത്രമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വി അബ്ദുറഹ്മാന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അദ്ദേഹം പിണങ്ങി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പോലും അദ്ദേഹം ഇട്ടിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹവുമായിട്ട് CPM നേതാക്കൾ കൂടിയാലോചന നടത്തിയിരുന്നത്. കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം താനൂരിൽ മത്സരിക്കില്ല, തിരൂരിലേക്ക് വി അബ്ദുറഹ്മാൻ മാറുമെന്നുള്ളൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത് പൂർണ്ണമായിട്ടും അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇന്നിപ്പോൾ CPM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ആ ഒരു പരിപാടിയിൽ വി അബ്ദുറഹ്മാൻ പങ്കെടുത്തിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി തന്നെ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. താനൂരിൽ നിന്നും തിരൂരിലേക്ക് മാറും. തിരൂർ അദ്ദേഹത്തിന്റെ ജന്മനാടാണ്. പറവണ്ണയല്ല, തിരൂരാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. തിരൂരുകാരനായിട്ട് തന്നെ അവിടെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് അദ്ദേഹം പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്. കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് തന്നെ നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടെ നിരവധി വികസനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. താനൂരിനെ സംബന്ധിച്ച് അവിടെ നിരവധി മാറ്റങ്ങൾ 2 തവണയായിട്ട് തനിക്ക് അവസരം ലഭിച്ചപ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരൂരിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് എക്സ്ക്ലൂസീവായി രണ്ടാമത് ലഭിച്ച പ്രതികരണത്തിൽ വി അബ്ദുറഹ്മാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ CPM പ്രതിരോധത്തിലായിരുന്നു. കാരണം അപ്രതീക്ഷിതമായിരുന്നു വി അബ്ദുറഹ്മാന്റെ നീക്കങ്ങളൊക്കെ തന്നെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി, പക്ഷേ ഒരു തരത്തിലുള്ള പ്രചാരണ പരിപാടിക്കും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥി തന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് മത്സരിക്കാനില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ CPM നേതാക്കൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തന്റെ ജന്മനാടായിട്ടുള്ള തിരൂരിലേക്ക് മാറി മത്സരിക്കണമെന്നൊരാഗ്രഹം അദ്ദേഹം ജില്ലാ നേതാക്കളോട് അറിയിച്ചിരുന്നതായിട്ടാണ് വിവരം. ജില്ലാ നേതാക്കൾ ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് സംസ്ഥാന നേതാക്കളെ ഇക്കാര്യം അറിയിക്കും, നമുക്ക് ആ രീതിയിൽ തന്നെ പരിഗണിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് കൂടിയാലോചന നടത്താതെ താനൂരിൽ പ്രഖ്യാപിച്ചതിലുള്ള ഒരു നീരസം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നതും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. പരിപാടിയിൽ സജീവ സാന്നിധ്യമായിട്ട് തന്നെ ഉണ്ടാകുന്നു. പരിപാടി അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കുകയാണ്. മാധ്യമങ്ങളോട് പരസ്യമായിട്ട് തിരൂരിൽ ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ പെരുന്നാളിന് ശേഷം പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് വി അബ്ദുറഹ്മാന്റെ തീരുമാനം. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.